എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലെൻസുകളും ദർപ്പണങ്ങളും എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പ്രതിപതനത്തെ അടിസ്ഥാനമാക്കിയാണ് ദർപ്പണങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും അപവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് ലെൻസുകൾ പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു അപവർത്തനം എന്താണെന്ന് ഇനി നമ്മൾ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാനായി പോകുന്ന ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിൽ PYQ ആണേ, മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? അപവർത്തനം, പ്രതിപതനം, പ്രകീർണനം, വർണ്ണം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഇതിനെങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്റ്റീൽ ഗ്ലാസ് അല്ല, നമ്മുടെ കുപ്പി ഗ്ലാസ് എന്ന് നമ്മൾ പറയുന്ന ഗ്ലാസ്. അങ്ങനെയൊരു കുപ്പി ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങളൊരു പെൻസിൽ അതിനകത്ത് മുക്കി വെച്ചാൽ, ഇങ്ങനെയാണ് ആ ഗ്ലാസ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒരു പെൻസിൽ മുക്കി വെച്ചു, ഇങ്ങനെ ചരിച്ചാണ് മുക്കി വയ്ക്കുന്നതെങ്കിൽ ഇവിടം വരെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഗ്ലാസിൻ്റെ ഈ വെള്ളത്തിൻ്റെ അവിടെ വെച്ച് ഇതിനിങ്ങനെ ഒരു ഒടിവ് വന്നതുപോലെ തോന്നും നിങ്ങൾക്ക്. അതായത് അത്രയും നേരം പെൻസിൽ വെള്ളത്തിൽ തൊടുന്നതിന് മുമ്പ് എയറിൽ ആ പെൻസിൽ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ ഇരിക്കാതെ വെള്ളത്തിൽ തൊടുമ്പോൾ അതൊന്ന് ഒടിഞ്ഞതുപോലെ തോന്നും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിലൊരു പെൻസിൽ ഇടുമ്പോൾ നിങ്ങൾക്കത് ഒടിഞ്ഞതായി തോന്നുന്നത്? അതിൻ്റെ ഉത്തരമാണ് അപവർത്തനം. അപവർത്തനം എന്നാൽ എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഈ പടം നോക്കിയാൽ വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രകാശം പതിക്കുന്നു. നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വായുവിൽ നിന്ന് പ്രകാശം അടിക്കുകയാണ്. അപ്പോൾ കണ്ടോ, വായുവിൽ നേരെ വന്നിരുന്ന പ്രകാശം നേരെ പോകണമെങ്കിൽ എങ്ങനെ പോകണമായിരുന്നു? ഇത് ഇങ്ങനെ അങ്ങ് പോകണമായിരുന്നു. അങ്ങനെ പോകുന്നതിന് പകരം ഇതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടായി ജലത്തിലേക്ക് കടന്നപ്പോൾ അല്ലേ. അപ്പോൾ വായു എന്ന് പറയുന്നത് ഒരു മാധ്യമം, ജലം എന്ന് പറയുന്ന 2 മാധ്യമം. ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്ന അതിർത്തിയുണ്ട്. ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു അതിർത്തിയുണ്ട്. ആ രണ്ടിനെയും വേർതിരിക്കുന്ന അതിർത്തിയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശത്തിന് ഇതുപോലൊരു പാതാ വ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അവയുടെ വിഭജന തലത്തിൽ വെച്ച്, അങ്ങനെ നമുക്ക് പറയാം, ഇത് മാധ്യമങ്ങൾ രണ്ടിനെയും രണ്ടായി വിഭജിക്കുന്ന വിഭജന തലമാണ്. അവയുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശത്തിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ഓക്കെ, അപ്പോൾ പ്രകാശ പ്രതിഭാസങ്ങളിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം. എന്താണ് അപവർത്തനം? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? പ്രകാശം എപ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കും. വളരെ ഉയർന്ന പ്രവേഗത്തിൽ നേർരേഖയിൽ മാത്രമേ എപ്പോഴും പ്രകാശം സഞ്ചരിക്കാറുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം, ഇപ്പോൾ വായുവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ വായുവിൽ ഫുൾ അത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും സഞ്ചരിക്കുന്നത്. എന്നാൽ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം, അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടം നിങ്ങൾ നോക്കിയേ, ഇത് വായു, ഇത് ജലം. ഇവിടെ കണ്ടോ, പ്രകാശം ചരിയാതെ നേരെയാണ് വരുന്നത്. അതായത് വിഭജന തലത്തിന് ലംബമായാണ് പ്രകാശം വന്ന് വീഴുന്നത്. ചരിയാതെ വരുന്നത് പറഞ്ഞാൽ എന്താ? രണ്ടിൻ്റെയും വിഭജന തലത്തിന് ലംബമായാണ് പ്രകാശരശ്മി വീഴുന്നതെങ്കിൽ വന്ന അതേ ദിശയിൽ തന്നെ അതങ്ങ് പോകും. കണ്ടോ, ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ചരിഞ്ഞാണ് വന്നത്. ഇവിടെ ഒരു ലംബമുണ്ട്, ആ ലംബമായിട്ടൊരു കോണളം ഉണ്ടാക്കിക്കൊണ്ട് ചരിഞ്ഞാണ് വന്നത്. അപ്പം ചരിഞ്ഞ് എന്ന വാക്ക് ശ്രദ്ധിച്ചോണം. ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അപവർത്തനം ഉണ്ടാവുന്നത്. വിഭജന തലത്തിന് ലംബമായാണ് പ്രകാശരശ്മി പതിക്കുന്നതെങ്കിൽ അപവർത്തനമില്ല. അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിനുണ്ടാകുന്ന ദിശാവ്യതിയാനം അല്ലെങ്കിൽ പാത വ്യതിയാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? അപവർത്തനം എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഈ അപവർത്തനം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, കാറും ബൈക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നതാണ്, വളരെ സ്പീഡിൽ ആ വാഹനം വന്നിട്ട് സഡൻ ബ്രേക്കും ഹാൻഡ് ബ്രേക്കും ഒക്കെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് സഡനായിട്ട് സ്പീഡ് കുറയ്ക്കാൻ നോക്കുമ്പോൾ ഈ സാധനം എന്ത് ചെയ്യും? പെട്ടെന്ന് കൊണ്ട് ടേൺ ആവും. അതാണല്ലോ സംഭവിക്കുന്നത്. ഇതേ പരിപാടിയാണ് ഇവിടെ സംഭവിക്കുന്നത്, അപവർത്തനത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ വായുവിലൂടെ പ്രകാശം വന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പ്രത്യേകം ഒരു പോയിൻ്റ് സ്ട്രെസ് ചെയ്തെടുത്ത് പറഞ്ഞു. എന്തായിരുന്നു? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. അതല്ലാത്ത ഏതൊരു മാധ്യമത്തിലൂടെ പ്രകാശം പോകുമ്പോഴും പ്രകാശത്തിൻ്റെ വേഗത വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മാധ്യമം മാറുന്നതനുസരിച്ച് പ്രകാശത്തിൻ്റെ വേഗം മാറും.
അപ്പോൾ ഒരു മാധ്യമത്തിലൂടെ ഒരു വേഗതയിൽ വന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അടുത്ത മാധ്യമത്തിലോട്ട് അങ്ങ് കടക്കുമ്പോൾ അതിൽ പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് വ്യത്യാസം വരും. ഈ വേഗതാ വ്യത്യാസം മൂലമാണ് പ്രകാശത്തിൻ്റെ പാതയ്ക്കൊരു മാറ്റം ഉണ്ടാകുന്നത്. സ്പീഡിൽ വരുന്ന കാറ് സഡനായിട്ട് ബ്രേക്ക് ചെയ്താൽ ഡ്രിഫ്റ്റ് ആവുന്നത് പോലെ തന്നെ പ്രകാശം ഒരു മാധ്യമത്തിൽ ഒരു വേഗതയിൽ വന്നുകൊണ്ടിരുന്നു, അടുത്ത മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗതയിൽ ചെറിയ മാറ്റം ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ പാതയൊന്ന് ബെൻഡാവും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വായുവിൽ വായുവും ശൂന്യതയും നമ്മൾ ഏതാണ്ട് ഒരുപോലെയാണ് എടുക്കുന്നത്. SCRTയിലും ഒക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് വായുവും ശൂന്യതയും ഒന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വായുവിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശവേഗം ഏകദേശം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. പക്ഷേ ജലത്തിൽ അത്രയും വേഗതയില്ല, 2.25 × 10⁸ ഉള്ളൂ. അപ്പോൾ വായുവിലൂടെ 3 × 10⁸ സഞ്ചരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ജലത്തിൽ കയറുമ്പോൾ വേഗതയും കുറയും, അപ്പോൾ പ്രകാശം ഒന്ന് ബെൻഡാവും. മനസ്സിലായോ? അതുപോലെ ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് കയറുമ്പോൾ അങ്ങനെ ജലത്തിലുള്ള അത്ര വെലോസിറ്റി ഗ്ലാസ്സിലില്ല, വജ്രത്തിൽ അത്രയും വെലോസിറ്റി ഇല്ല. കണ്ടോ? അപ്പോൾ ഈ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചോണേ, വേണമെങ്കിൽ അങ്ങനെയും PSCക്ക് ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ 4 മാധ്യമങ്ങൾ നോക്കി, ഇതിപ്പം SCRTയിൽ തന്നിരിക്കുന്ന ടേബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വേണമെങ്കിൽ PSCക്ക് ചോദ്യം ചോദിക്കാം. കാരണം പ്രകാശത്തിന് ഏറ്റവും വേഗത എവിടെയാണ്? വായുവിലാണ്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ജലം, അത് കഴിഞ്ഞാൽ ഗ്ലാസ്, അത് കഴിഞ്ഞാൽ വജ്രം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വായു, ജലം, ഗ്ലാസ്, വജ്രം. അപ്പോൾ ഏറ്റവും കുറവ് ആരിലാണ്? വജ്രത്തിലാണ് പ്രകാശം ഏറ്റവും കുറവ് വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേഗതയിൽ വായു അല്ലെങ്കിൽ ശൂന്യത. വായു കഴിഞ്ഞാൽ ജലം, പിന്നെ ഗ്ലാസ്, പിന്നെ വജ്രം. ഓക്കെ, അങ്ങനെയാണ് വേഗതയുടെ ഓർഡർ പോകുന്നത്. അപ്പോൾ ഓർത്തോണേ, ഏറ്റവും കൂടുതൽ വായു, പിന്നെ ജലം, പിന്നെ ഗ്ലാസ്, പിന്നെ വജ്രം. ഓക്കെ, അപ്പോൾ വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം എന്താണ്? അതിന് കാരണമായ പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രകാശിക സാന്ദ്രത. അതിന് കാരണമായ ഗുണത്തെയാണ് നമ്മൾ പ്രകാശിക സാന്ദ്രത, ഇംഗ്ലീഷിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, പ്രകാശിക സാന്ദ്രത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടാനുള്ള കാരണത്തെ അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസപ്പെടുന്നതിന് കാരണമായൊരു ഗുണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രകാശിക സാന്ദ്രത എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും ആ മാധ്യമത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എന്താണ്? ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും ആ മാധ്യമത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്തായിരിക്കും? ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ന് വിളിക്കുന്നത്. അതായത് ജലത്തിലൂടെ പ്രകാശം കടന്നു പോകുന്നു. അപ്പോൾ ആ ജലത്തിലൂടെ പോകുമ്പോഴുള്ള പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ജലത്തിൻ്റെ കഴിവിനെയാണ് ജലത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. വായുവിലൂടെ പോകുമ്പോൾ സഞ്ചരിക്കാനുള്ള കഴിവിനെ വായുവിൻ്റെ പ്രകാശിക സാന്ദ്രത. വജ്രത്തിലൂടെ പ്രകാശം പോകുമ്പോൾ പ്രകാശവേഗതയെ സ്വാധീനിക്കാനുള്ള വജ്രത്തിൻ്റെ കഴിവിനെ വജ്രത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയും. അപ്പോൾ ഏതൊരു മാധ്യമത്തിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തിൻ്റെ ആ മാധ്യമത്തിലൂടെയുള്ള വേഗത്തെ സ്വാധീനിക്കാനുള്ള ആ മാധ്യമത്തിൻ്റെ കഴിവിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രകാശിക സാന്ദ്രത എന്ന് വിളിക്കും. ഇനി എന്താണിത് രണ്ടും തമ്മിലുള്ള ബന്ധം? പ്രകാശിക സാന്ദ്രത കൂടിയാൽ പ്രകാശത്തിൻ്റെ വേഗം കുറയും. രണ്ടും വിപരീത അനുപാതമാണ്, അത് ഓർത്തോണം. ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത കൂടിയാൽ അതിൽ പ്രകാശത്തിൻ്റെ വേഗത കുറയും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേഗം കൂടും. ഒന്നുകൂടെ പറ, ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത കൂടിയിരുന്നാൽ അതിലൂടെയുള്ള പ്രകാശവേഗം കുറവായിരിക്കും. ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത കുറഞ്ഞിരുന്നാൽ അതിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടും വിപരീത അനുപാതത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്ന 2-3 കൺസെപ്റ്റുകളിൽ നമുക്കത് ആവശ്യമുണ്ട്. പൂർണ്ണാന്തര പ്രതിഫലനമൊക്കെ വരുമ്പോൾ പ്രകാശിക സാന്ദ്രത തിരിഞ്ഞാൽ തീർന്ന് പ്രതിഭാസം മൊത്തത്തിൽ തെറ്റും. അപ്പോൾ ഇത് കൃത്യമായി ഇപ്പോൾ തന്നെ മനസ്സിലാക്കി പോകണം. പ്രകാശിക സാന്ദ്രത കൂടിയാൽ പ്രകാശത്തിൻ്റെ പ്രവേഗം കുറയും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പ്രവേഗം കൂടും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, വായു, ജലം, ഗ്ലാസ്, വജ്രം. വായു, ജലം, ഗ്ലാസ്, വജ്രം, ഈ 4 എണ്ണത്തിൽ ഏതിനാണ് ഏറ്റവും പ്രകാശിക സാന്ദ്രത കൂടുതൽ? ഓഫ് കോഴ്സ് ആർക്കായിരിക്കും? വജ്രത്തിനായിരിക്കും. കാരണം ഈ 4 എണ്ണത്തിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം ഏറ്റവും കുറവ് ഏതിലാണ്? വജ്രത്തിലാണ്. മനസ്സിലായോ? വായു, ജലം, ഗ്ലാസ്, വജ്രം എടുത്താൽ ഇതിൽ പ്രകാശവേഗത ഏറ്റവും കുറവായതിലാണ്? വജ്രത്തിലാണ്. അപ്പോൾ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ആർക്കാണ്? വജ്രത്തിൽ. കാരണം പ്രകാശിക സാന്ദ്രത കൂടുന്തോറും പ്രകാശപ്രവേഗം കുറയും. അപ്പോൾ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ഈ 4 ആർക്കാണ്? വജ്രത്തിനാണ്. അതുകൊണ്ടാണതിൽ പ്രകാശപ്രവേഗം കുറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രകാശപ്രവേഗവും പ്രകാശിക സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായി ഒരു ബന്ധവുമില്ല. പദാർത്ഥ സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? യൂണിറ്റ് വ്യാപ്തത്തിൽ എത്ര മാസുണ്ട്, മാസ് ബൈ വോളിയം അല്ലെങ്കിൽ മാസ് ബൈ വ്യാപ്തം, പിണ്ഡം ബൈ വ്യാപ്തം. അപ്പോൾ യൂണിറ്റ് വ്യാപ്തത്തിൽ എത്ര പിണ്ഡമുണ്ട് എന്നതാണ് പദാർത്ഥത്തിൻ്റെ സാന്ദ്രത. അതുമായിട്ട് പ്രകാശിക സാന്ദ്രതയ്ക്ക് കോയി നെഹി, അതോർത്തോണം. ഓക്കെ,
അപ്പോൾ പദാർത്ഥത്തിൻ്റെ സാന്ദ്രത കൂടി എന്നതുകൊണ്ട് പ്രകാശിക സാന്ദ്രത കൂടണമെന്നോ പദാർത്ഥത്തിൻ്റെ സാന്ദ്രത കുറഞ്ഞു എന്നതുകൊണ്ട് പ്രകാശിക സാന്ദ്രത കുറയണമെന്നോ ഒന്നുമില്ല. അപ്പോൾ പദാർത്ഥ സാന്ദ്രതയും പ്രകാശിക സാന്ദ്രതയും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടി ക്ലിയറായി അപവർത്തനത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയാം. എങ്ങനെ? ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ രണ്ട് മാധ്യമങ്ങളുടെയും പ്രകാശിക സാന്ദ്രതകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രകാശപാതയിൽ ചരിവുണ്ടാകുന്നത്. കാരണം പ്രകാശപാതയിൽ ചരിവുണ്ടാകാൻ കാരണം പ്രകാശത്തിൻ്റെ വേഗത മാറുന്നതാണ്. പ്രകാശത്തിൻ്റെ വേഗത മാറുന്നത് എന്തുകൊണ്ടാണ്? പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അപവർത്തനത്തിനൊന്ന് മോഡിഫൈ ചെയ്ത് എങ്ങനെ പറയാം? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അവയുടെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. അപ്പോൾ ആക്യുറേറ്റായി വളരെ കൃത്യതയോടുകൂടി നമ്മൾ അപവർത്തനത്തിൻ്റെ നിർവചനം പറഞ്ഞാൽ നമുക്കെങ്ങനെ പറയാം? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന അല്ലെങ്കിൽ പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. ഓക്കെ, അപ്പോൾ ഒരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അത് പ്രകാശത്തെ എത്രത്തോളം അപവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നത് ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കും? ആ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കും. കാരണം ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത മാറുന്നതനുസരിച്ചാണ് ആ മാധ്യമത്തിലുള്ള പ്രകാശത്തിൻ്റെ വേഗം മാറുന്നത്. എന്താണ്? ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത മാറുന്നതനുസരിച്ചാണ് ആ മാധ്യമത്തിലെ പ്രകാശത്തിൻ്റെ വേഗത മാറുന്നത്. ഈ വേഗത മാറുന്നതനുസരിച്ചാണ് പ്രകാശം ബെൻഡാവുന്നത്, പ്രകാശപാത വ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ അപവർത്തനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രകാശത്തിനൊരു മാധ്യമത്തിൽ എത്രത്തോളം അപവർത്തനം ഉണ്ടാകുന്നു എന്നത് ആ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ് ആ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഈ പ്രകാശിക സാന്ദ്രത അപവർത്തനാങ്കം എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള കഴിവ്. ഇനി നമ്മൾ പറഞ്ഞു അപവർത്തനം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേഗതയിലുണ്ടാവുന്ന വ്യത്യാസമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി പറയും. അതിനെയാണ് നമ്മൾ അപവർത്തനാങ്കം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ പോയിൻ്റ് ഒന്ന് ആലോചിച്ചേ. പ്രകാശത്തിന് ഏറ്റവും വേഗതയുള്ളത് എവിടെയാണ്? ശൂന്യതയിലാണ്. ഈ ശൂന്യതയിലുള്ള വേഗമല്ല പ്രകാശത്തിന് മറ്റു മാധ്യമങ്ങളിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് അപവർത്തനം ഉണ്ടാകുന്നത്. എന്താണ്? ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും വേഗത. ഈ ശൂന്യതയിലെ വേഗതയല്ല പ്രകാശത്തിന് മറ്റു മാധ്യമങ്ങളിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് പ്രകാശത്തിന് അപവർത്തനം ഉണ്ടാകുന്നത്. അപ്പോൾ ആ അപവർത്തനം മറ്റു മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന വേഗതാ വ്യത്യാസം കാരണമുള്ള അപവർത്തനത്തെ നമുക്ക് എങ്ങനെ പറയാം? ഈ ശൂന്യതയിലെ വേഗവുമായി താരതമ്യം ചെയ്ത് പറഞ്ഞുകൂടെ? അതിനെയാണ് അപവർത്തനം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് വിളിക്കുന്നത്. അതായത് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ജലത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ജലത്തിൻ്റെ അപവർത്തനാങ്കം എത്രയാണ്? ശൂന്യതയിലെ പ്രകാശവേഗം ബൈ മാധ്യമത്തിലെ, ഇവിടെ മാധ്യമാരാവും ജലത്തിലെ പ്രകാശവേഗം. അപ്പോൾ എന്തായി? ഈ പറഞ്ഞ ശൂന്യതയിൽ സഞ്ചരിക്കുന്ന വേഗവുമായി നമ്മൾ ആരെ താരതമ്യം ചെയ്തു? ജലത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയെ താരതമ്യം ചെയ്തു. അതാണ് നമ്മൾ റേഷ്യോ, അംശബന്ധം എടുക്കുമ്പോൾ നമ്മളതാണ് ചെയ്യുന്നത്, താരതമ്യമാണ് ചെയ്യുന്നത്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗവുമായി നമ്മൾ എന്തിനെ താരതമ്യം ചെയ്തു? ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ താരതമ്യം ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ശൂന്യതയിൽ സഞ്ചരിക്കുന്ന വേഗത്തിൽ നിന്ന് എത്ര മടങ്ങ് കുറവാണ് ആ മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ശൂന്യതയിലുള്ള വേഗം ആ മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ എത്ര മടങ്ങ് കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ അപവർത്തനാങ്കം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ ലോജിക്ക് എന്ന് ആലോചിച്ചോ? പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് അപവർത്തനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ആ വേഗത എങ്ങനെ താരതമ്യം ചെയ്തു? ശൂന്യതയിലെ പ്രകാശവേഗമായിട്ട്. എന്നിട്ട് അതിനൊരു പേരിട്ടു അപവർത്തനാങ്കം. അപ്പോൾ ശൂന്യതയിലെ പ്രകാശവേഗം C/, ഒരു മാധ്യമത്തിലെ പ്രകാശവേഗം, അതാണ് അപവർത്തനാങ്കം. അപ്പോൾ ജലത്തിൻ്റെ അപവർത്തനാങ്കം എന്താ? ശൂന്യതയിലെ പ്രകാശവേഗം ബൈ ജലത്തിലെ പ്രകാശവേഗം. ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം എന്താ? ശൂന്യതയിലെ പ്രകാശവേഗം ബൈ ഗ്ലാസിലെ പ്രകാശവേഗം. വജ്രത്തിൻ്റെ അപവർത്തനാങ്കം എന്താ? ശൂന്യതയിലെ പ്രകാശവേഗം ബൈ വജ്രത്തിലെ പ്രകാശവേഗം. ഓക്കെ, N = C/V എന്ന് എഴുതാം നമുക്ക്. N = C/V. ഈ C എന്ന് പറയുന്നത് പ്രവേഗമല്ലേ, മീറ്റർ/സെക്കൻഡ് അല്ലേ അതിൻ്റെ യൂണിറ്റ്? V എന്നതും പ്രവേഗമല്ലേ, അതിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് അല്ലേ? ഒരേ യൂണിറ്റ് താഴെയും മുകളിലും വരുന്നത് കൊണ്ട് അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഉണ്ടാവില്ല. അതോർത്തോണേ. ഇനി ഈ അപവർത്തനാങ്കവും പ്രകാശവേഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ N = C/V ആണ്. നമുക്കറിയാം C ഒരു കോൺസ്റ്റൻ്റ് ആണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരാങ്കമാണ്.
അപ്പോൾ അപവർത്തനാങ്കത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത് വി മാറുന്നതനുസരിച്ചാണ്. അപ്പോൾ വി താഴെയാണ് വന്നിരിക്കുന്നത്, അപ്പം വിപരീത ബന്ധമാണ്, വിപരീത അനുപാതമാണ്. വി കുറഞ്ഞാൽ അപവർത്തനാങ്കം കൂടും, വി കൂടിയാൽ അപവർത്തനാങ്കം കുറയും. അപ്പോൾ അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ വി കുറവായിരിക്കണം, അപ്പോൾ പ്രകാശവേഗം കുറവായിരിക്കും. ഇനി ഇതിനെ മറ്റേതുമായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. മറ്റേടത്ത് പ്രകാശിക സാന്ദ്രത പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അപ്പോൾ പ്രകാശിക സാന്ദ്രത അപവർത്തനാങ്കവും തമ്മിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കവും കൂടുതലായിരിക്കും. അപ്പോൾ പ്രകാശിക സാന്ദ്രത, അപവർത്തനാങ്കം ഇത് രണ്ടിൽ ഏത് കൂടിയാലും എന്ത് കുറയും? ആ മാധ്യമത്തിലുള്ള പ്രകാശവേഗം കുറയും. എന്താണ്? അപവർത്തനാങ്കം, പ്രകാശിക സാന്ദ്രത ഇത് രണ്ടിൽ ഏത് കൂടിയാലും ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം കുറവായിരിക്കും. ഓക്കെ, അതാണ് ബന്ധം. ഇനി N=C/V ഇല്ലേ? സി എന്ന് പറഞ്ഞാൽ എന്ത്? ശൂന്യതയിലൂടെയുള്ള പ്രകാശപ്രവേഗം. നമ്മൾ പറഞ്ഞാൽ അതാണ് പ്രകാശത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രവേഗം. ബാക്കി താഴെ വരുന്ന വി എല്ലാം അതിനേക്കാൾ ചെറുതായിരിക്കും. ഇപ്പോൾ ഒരു വലിയ സംഖ്യ ബൈ അതിനേക്കാൾ ചെറിയൊരു സംഖ്യ എപ്പോഴും ഒന്നിനേക്കാൾ വലുതായിരിക്കില്ലേ? അപ്പോൾ അത് അപവർത്തനാങ്കത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപവർത്തനാങ്കം എപ്പോഴും ഒന്നിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ബന്ധം, അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും കൂടുതലായിരിക്കും. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടുന്തോറും പ്രകാശപ്രവേഗം കുറയും. അപവർത്തനാങ്കം കൂടുന്തോറും ആ മാധ്യമത്തിലെ വേഗത കുറയും. ഓക്കെ, ഇനി തിരിച്ച് അപവർത്തനാങ്കം കുറഞ്ഞിരുന്നാൽ ആ മാധ്യമത്തിലെ പ്രകാശപ്രവേഗം കൂടും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞിരുന്നാൽ അതിലെ പ്രകാശപ്രവേഗം കൂടും. അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ ടേബിൾ ആലോചിച്ചേ. ഏറ്റവും വേഗത ശൂന്യതയ്ക്കാണ്. ശൂന്യതയിൽ C/V 1 തന്നെ വരില്ലേ? കാരണം സിയും വി ഒന്നാണ്. ആ മാധ്യമത്തിലെ പ്രകാശ വേഗത ശൂന്യത തന്നെയാണ് മാധ്യമം, അപ്പോൾ 1 വരും. അപ്പോൾ ശൂന്യതയുടെ അപവർത്തനാങ്കം 1 താഴേക്ക് വരുന്തോറും എന്ത് ചെയ്തു വരും? അപവർത്തനാങ്കം കൂടിക്കൂടി വരും. അപ്പോൾ 1 1 വലുതോ ആയിരിക്കും അപവർത്തനാങ്കം. ഓക്കെ, അപ്പോൾ അതാണ് അപവർത്തനാങ്കം എപ്പോഴും 1 വലുതായിരിക്കും നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും, അപവർത്തനാങ്കം കുറഞ്ഞ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ മാധ്യമങ്ങൾ ആലോചിക്കുക. ശൂന്യത, ജലം, ഗ്ലാസ്, വജ്രം. ഏതൊക്കെയാണ്? ശൂന്യത, ജലം, ഗ്ലാസ്, വജ്രം. ഈ 4 എണ്ണത്തിൽ ഏറ്റവും അപവർത്തനാങ്കം കൂടിയതാർക്കാണ്? വജ്രത്തിനാണ്. ഏറ്റവും പ്രകാശിക സാന്ദ്രത കൂടിയതും ആർക്ക് തന്നെയാണ്? വജ്രത്തിനാണ്. പ്രകാശപ്രവേഗം ഏറ്റവും കുറവ് എവിടെയാണ്? വജ്രത്തിലാണ്. ഇനി തിരിച്ചു പറഞ്ഞാൽ അപവർത്തനാങ്കം ഏറ്റവും കുറവാർക്കാണ്? ശൂന്യത അല്ലെങ്കിൽ വായുവിൽ. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്? ശൂന്യത അല്ലെങ്കിൽ വായുവിൽ. അപ്പോൾ പ്രകാശപ്രവേഗം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ശൂന്യത അല്ലെങ്കിൽ വായുവിൽ. അപ്പോൾ അപവർത്തനാങ്കം പിന്നെ പ്രകാശിക സാന്ദ്രത ഇത് രണ്ടും പ്രകാശപ്രവേഗവും തമ്മിൽ വിപരീത അനുപാതമായിരിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ പ്രകാശപ്രവേഗം കൂടും, ഏതെങ്കിലും ഒന്ന് കൂടിയാൽ പ്രകാശപ്രവേഗം കുറയും. അതാണ് ഇവ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ നോക്ക്, കണ്ടോ? വായു അല്ലെങ്കിൽ ശൂന്യതയുടെ അപവർത്തനാങ്കം 1, വജ്രത്തിൻ്റെ 2.42, ബാക്കി 1.5 1.33 ഉള്ളൂ. കണ്ടോ? അപ്പോൾ പ്രകാശപ്രവേഗം കുറയുന്ന മുറയ്ക്ക് താഴേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രകാശപ്രവേഗം കുറയുന്നു എന്നതാണ് സംഭവിക്കുന്നത്. പ്രകാശപ്രവേഗം കുറയുന്നു. വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പോകുമ്പോൾ പ്രകാശപ്രവേഗം കുറയുന്നു. അതിനനുസരിച്ച് ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ അപവർത്തനാങ്കം ഓർ പ്രകാശിക സാന്ദ്രത കൂടുന്നു. അതാണ് റിലേഷൻ. പ്രകാശപ്രവേഗം കുറയുന്നതനുസരിച്ച് അപവർത്തനാങ്കം അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടും. പ്രകാശപ്രവേഗം കുറയുന്നതനുസരിച്ച് അപവർത്തനാങ്കം അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടും. പ്രകാശപ്രവേഗം കൂടുന്നതിന് മുകളിലേക്ക് കൂടുകയാണ്. കൂടുന്നതിനനുസരിച്ച് അപവർത്തനാങ്കം അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറയും. ഓക്കെ, അതാണ് ബന്ധം. ഓക്കെ, അപ്പോൾ അതാണ് അപവർത്തനം. അപ്പോൾ നമ്മൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുന്ന ഒരു സിറ്റുവേഷൻ എടുക്കുകയാണ്. ഇത് മാധ്യമം 1, ഇത് മാധ്യമം 2. ഇത് ഏത് മാധ്യമം വേണോ? അപ്പം വായുവിൽ നിന്ന് ജലത്തിലേക്കാവാം, ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാവാം, ഗ്ലാസ്സിൽ നിന്ന് വജ്രത്തിലോട്ടാവാം, ജലത്തിൽ നിന്ന് വജ്രത്തിലോട്ടാവാം, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു മാധ്യമം 1 നിന്ന് ഒരു മാധ്യമം 2 പ്രകാശം ചെരിഞ്ഞ് പതിക്കുന്നു. ചെരിഞ്ഞ് പതിക്കുമ്പോൾ എന്താ? ഇവിടെ ഒരു അത്ര വൃത്തിയായില്ലല്ലേ, അവിടെ ഒരു ലംബമുണ്ട്. ഓക്കെ, ആ ലംബത്തിൽ നിന്ന് ഒരു കോണളവിലാണ് ആര് പോകുന്നത്? പ്രകാശം പോകുന്നത്. ഓക്കെ,
ഇനി അങ്ങനെ ചരിഞ്ഞ് പതിക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ മാധ്യമത്തിന് ഒരു അപവർത്തനാംഗമുണ്ട്. 1 എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന മാധ്യമത്തിന് N1 എന്നൊരു അപവർത്തനാംഗമുണ്ട്. 2 എന്ന് നമ്മൾ ഈ വിഭജന തലത്തിന് താഴെയുള്ള മാധ്യമം രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം N2. അപ്പോൾ ഒന്നാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം N1ഉം രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം N2ഉം. ഓക്കെ, N1ഉം N2ഉം. എങ്കിൽ നമുക്കൊരു 2 ക്വാണ്ടിറ്റി ഇവിടെ ഡിഫൈൻ ചെയ്യാം. ആദ്യത്തേത് ഒന്നാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം, അതായത് നമ്മൾ പറയുന്ന റേഷ്യോ ആണ്. ഒന്നാമത്തേൻ്റെ അപവർത്തനാംഗം വച്ച് നോക്കിയാൽ രണ്ടാമത്തെ എത്രയുണ്ട്, അപ്പോൾ അതിനെന്ത് ചെയ്യണം, N2വിനെ N1 കൊണ്ട് അല്ലേ. അപ്പോൾ N21 എന്ന് പറഞ്ഞാൽ N2/N1 ആയിരിക്കും. ഒന്നാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് N21 എന്ന് പറഞ്ഞാൽ N2/N1. ഇനി രണ്ടാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ച് ഒന്നാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം പറയാം. രണ്ടാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ച് ഒന്നാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം പറയാം. അതെത്ര, N21 ഈസ് ഈക്വൽ ടു അത് രണ്ടും ഒന്നായിപ്പോയല്ലേ, ഇത് തിരിച്ചാണ്. N12 ഈസ് ഈക്വൽ ടു N1/N2. N1/N2 അങ്ങനെയാണ്. രണ്ടാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ച് ഒന്നാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം എന്നാൽ N12 ഈക്വൽ ടു N1/N2. അതാണ് അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു റേഷ്യോ നമുക്ക് പറയാൻ പറ്റും. ഇതെന്തിനാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഈ പ്രതിപദനം പറഞ്ഞപ്പോൾ പ്രതിപദന നിയമം പറഞ്ഞതുപോലെ അപവർത്തനത്തിൽ നമുക്ക് അപവർത്തന നിയമങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ സ്നെൽ നിയമം എന്നാണ് വിളിക്കുന്നത്. ആ സ്നെൽ നിയമം പറയാൻ നമുക്ക് ഈ ഒരു റേഷ്യോയുടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 1 എന്നൊരു മാധ്യമത്തിൽ നിന്ന് 2 എന്നൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ ഒന്നാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം N1, രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ N2 ആണെങ്കിൽ റേഷ്യോ നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ച് രണ്ടാമത്തിൻ്റെ അപവർത്തനാംഗം N21 ഈക്വൽ ടു N2/N1. രണ്ടാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ച് ഒന്നാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം N12 ഈക്വൽ ടു N1/N2. ഓക്കെ, ഇനി നമുക്ക് അപവർത്തനം പറയണമെങ്കിൽ കുറച്ച് ടേം പറയണം. ഇപ്പോൾ ഈ പടം നോക്കിയേ, ഇവിടെ ഒരു ലംബമുണ്ട്, ഒരു രശ്മി ചരിഞ്ഞ് പതിച്ചു, അത് പാതയിൽ വ്യതിയാനം വന്ന് താഴോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഈ വിഭജന തലത്തിലേക്ക് വന്ന് വീഴുന്ന ഈ രശ്മിയില്ലേ, ഇതിനെയാണ് നമ്മൾ പതനരശ്മി എന്ന് വിളിക്കുന്നത്. പതനരശ്മി. മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് ചരിഞ്ഞു വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെ പതനരശ്മി എന്ന് വിളിക്കുന്നു. എന്താണ്, മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് ചരിഞ്ഞു വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെ നമ്മൾ പതനരശ്മി എന്ന് വിളിക്കുന്നു. ഇനി അങ്ങനെ പതിച്ച ശേഷം ഈ വിഭജന തലത്തിൽ നിന്ന് ചരിഞ്ഞ് അപവർത്തനം സംഭവിച്ച് പോകുന്ന രശ്മിയില്ലേ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, അപവർത്തനരശ്മി. അപവർത്തനരശ്മി എന്ന് വിളിക്കും. മറ്റേടത്ത് നമ്മൾ പതനരശ്മിയും പ്രതിപതനരശ്മിയും പറഞ്ഞതുപോലെ ഇവിടെ പതനരശ്മിയും അപവർത്തനരശ്മിയും. അപ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന രശ്മിയെ നമ്മൾ പതനരശ്മി എന്നും അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയെ അപവർത്തനരശ്മി എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി അവിടെ നമ്മൾ ലംബം പറഞ്ഞാൽ ഇവിടെയും നമുക്കൊരു ലംബം പറയാം. അതായത് പതനരശ്മിക്കും പതനബിന്ദുവിലെ ലംബവും കണ്ടോ, ഈ പതനബിന്ദുവിൽ നമുക്കിവിടെ ഒരു ലംബം വരയ്ക്കാം. ഇവിടെ നമ്മൾ ലംബം വരച്ചിട്ടുണ്ട്. പതനബിന്ദുവിൽ വിഭജന തലത്തിന് നമുക്കൊരു ലംബം വരയ്ക്കാം. എന്താണ്, പതനബിന്ദുവിൽ വിഭജന തലത്തിന് നമുക്കൊരു ലംബം വരയ്ക്കാം. ഈ ലംബവും പതനരശ്മിക്കും ഇടയിലുള്ള കോണാണ് പതനകോൺ. ഓക്കെ, അപ്പോൾ അവിടുത്തെ പോലെ തന്നെ പതനരശ്മിക്കും പതനബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ എന്ന് വിളിക്കുന്നു. ഇനി അപവർത്തന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണിനെ അപവർത്തന കോൺ എന്ന് വിളിക്കുന്നു. ഐയും ആറും, ഇവിടെ ഐ എന്നും ആറും തന്നെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനുമായിരുന്നെങ്കിൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാവും. അപവർത്തന കോൺ, അപവർത്തനത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന റിഫ്രാക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിച്ചു. അങ്ങനെ പതിച്ച രശ്മിയെ, വിഭജന തലത്തിലേക്ക് പതിച്ച രശ്മിയെ പതനരശ്മി, അപവർത്തനത്തിന് വിധേയമായ രശ്മിയെ അപവർത്തന രശ്മി. ഇനി പതനബിന്ദുവിൽ വിഭജന തലത്തിന് വരച്ച ലംബത്തിനും പതനരശ്മിക്കും ഇടയിലുള്ള കോൺ പതനകോൺ, ഈ ലംബത്തിനും അപവർത്തന രശ്മിക്കും ഇടയിലുള്ള കോൺ അപവർത്തന കോൺ. പതനകോണും അപവർത്തന കോണും. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രതിപതന നിയമം പറഞ്ഞാൽ ഇവിടെയും പറയാം, പതനകോണും അപവർത്തന കോണും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതൊന്നാമത്തെ അപവർത്തന നിയമം. പതനരശ്മി, അപവർത്തന രശ്മി, വിഭജന തലത്തിൽ വരച്ച ലംബം എന്നിവ ഒരേ പ്രതലത്തിലായിരിക്കും. മറ്റേതുപോലെ തന്നെ ഇതങ്ങ് പറഞ്ഞാൽ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. അതല്ല എന്തെന്ന് പറയുന്നത്, അപവർത്തന നിയമം എന്ന് പറയുന്നത്. അപവർത്തന നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേര് സ്നെൽ നിയമം എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സ്നെൽസ് ലാ എന്ന് വിളിക്കും. സ്നെൽസ് ലാ.
സ്നെൽ നിയമം. എന്താണ് സ്നെൽ നിയമം? ആദ്യത്തെ പോയിന്റ് എന്താണ്? കറക്റ്റാണ്, നമ്മളാ പറഞ്ഞ തന്നെയാണ്. പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുമ്പോൾ പതനരശ്മി അപവർത്തനരശ്മി സമ്പർക്കതലത്തിൽ പതനബിന്ദുവിലൂടെയുള്ള ലംബം എന്നിവ ഒരു തലത്തിലായിരിക്കും. നമ്മളവിടെ പറഞ്ഞ അതേ സാധനമാണ് പ്രതിപതനത്തിൽ. അതിന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതെല്ലാം ഒരൊറ്റ പ്ലെയിനിലാണ്, ഒരൊറ്റ പ്രതലത്തിൽ കിടക്കുവാണ്. ഡൗട്ട് തോന്നുന്നവർ പ്രതിപതനത്തിൻ്റെ ക്ലാസ് ഒന്നുകൂടെ പറഞ്ഞത് അവിടെ നമ്മൾ കറക്റ്റ് പടം വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരേ പ്രതലത്തിലാണ്, ഒന്നുമില്ല. ഈ ബോർഡ് ഒരു പ്രതലമാണെങ്കിൽ ഇത് മൂന്നും ഒരേ പ്രതലത്തിലാണ് കിടക്കുന്നത്, അത്രേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പക്ഷേ രണ്ടാമത്തെ പോയിന്റ് പതനകോണും അപവർത്തന കോണും തുല്യമാണെന്നല്ല, മറിച്ച് പതനകോണിൻ്റെ സൈനും അപവർത്തന കോണിൻ്റെ സൈനും തമ്മിലുള്ള റേഷ്യോ. ഏത് സൈൻ? പോസിറ്റീവ് സൈൻ നെഗറ്റീവ് സൈൻ അല്ല, ഈ സൈൻ, സൈൻ തീറ്റ നമ്മൾ പറയില്ലേ, അതുപോലെ നമുക്കിവിടെ സൈൻ ഐ പറയാം, സൈൻ ആറും പറയാം. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. മനസ്സിലായ? അതാണ് സ്നെൽ നിയമം അല്ലെങ്കിൽ അപവർത്തന നിയമം. ഇനി ആ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ നിന്ന് രണ്ടിലേക്കാണ്, മാധ്യമം ഒന്നിൽ നിന്ന് മാധ്യമം രണ്ടിലേക്കാണ് പ്രകാശം വീഴുന്നതെങ്കിൽ അത് N21 ആയിരിക്കും. N21 എന്ന് പറഞ്ഞാൽ അത് N2/N1. കണ്ടോ? പതനകോണിൻ്റെ സൈനും അപവർത്തന കോണിൻ്റെ സൈനും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. എന്താണ്? പതനകോണിൻ്റെ സൈൻ സൈൻ ഐ കോണും പ്രതിപതന കോണിൻ്റെ സൈനും സൈൻ ആറ്, ഇവയ്ക്കിടയിലെ റേഷ്യോ സൈൻ ഐ ബൈ സൈൻ ആറ് ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരാംഗമായിരിക്കും. ആ സ്ഥിരാംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് N21 ആണ്. ഇതിനെയാണ് നമ്മൾ സ്നെല്ലിൻ്റെ അപവർത്തന നിയമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്നെല്ലിൻ്റെ അപവർത്തന നിയമങ്ങൾ എന്തൊക്കെയാണ്? പതനരശ്മി അപവർത്തന രശ്മി വിഭജന തലത്തിൽ പതനബിന്ദുവിലൂടെയുള്ള ലംബം എന്നിവ ഒരേ പ്രതലത്തിലായിരിക്കും. 2, പതനകോണിൻ്റെ സൈനും അപവർത്തന കോണിൻ്റെ സൈനും തമ്മിലുള്ള അംശബന്ധം ഒരു സ്ഥിരാംഗമായിരിക്കും. ഇതാണ് സ്നെൽ നിയമം. ഇനി ആ സ്ഥിരാംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് N21 ആണ്. സൈൻ ഐ ബൈ സൈൻ ആർ = N21. ഇവിടെ ശ്രദ്ധിക്കണം, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് വന്നാൽ അത് N2/N1. ഏതിലേക്കാണോ വരുന്നത് അത് മുകളിൽ, ഏതിൽ നിന്നാണോ വന്നത് അത് താഴെ. ഓക്കെ, 1ൽ നിന്ന് 2ലോട്ടായിരുന്നു പ്രകാശം പോയെങ്കിൽ ഇതെന്തായനെ? N12 ആയനെ, അതായത് N1/N2 ആയനെ. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണോ വരുന്നത് ആ വന്നത് മുകളിൽ, എവിടെ നിന്നാണോ വന്നത് അത് താഴെ. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണോ വന്നത് അത് താഴെ, എങ്ങോട്ട് വന്നോ അത് മുകളിൽ. ഓക്കെ, അപ്പോൾ 1ൽ നിന്ന് 2ലേക്ക് വരുമ്പോൾ N21. ഇപ്പം നിലവിൽ എവിടെ നിൽക്കുന്ന 2, എവിടെ നിന്നാണ് വന്നത് 1, അങ്ങനെ ആലോചിച്ചാൽ മതി. സൈൻ എ ബൈ സൈൻ ആർ = N21. ഇതാണ് സ്നെൽ നിയമം, അപവർത്തനത്തിൻ്റെ സ്നെൽ നിയമം. ക്ലിയർ ആണേ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ സാധനം തന്നെ കണ്ടോ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പതിക്കുമ്പോൾ പതനരശ്മി അപവർത്തന രശ്മി പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പതിച്ചു. ഓക്കെ, ചരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമം 1ഉം മാധ്യമം 2ഉം ഉണ്ട്. ഇതിൻ്റെ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞേ. ഈ വ്യത്യാസം കുറച്ചും കൂടെ മാറ്റി വരയ്ക്കാം. ഈ വ്യത്യാസം എങ്ങനെയാവാം? 2ൻ്റെ അപവർത്തനാങ്കം 1നേക്കാൾ കൂടുതലും ആവാം, 2ൻ്റെ അപവർത്തനാങ്കം 1നേക്കാൾ കുറവും ആവാം. 2 പോസിബിലിറ്റി ഉണ്ട് അല്ലേ? 2 പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ ഒരു മാധ്യമം 1ൽ നിന്ന് മാധ്യമം 2ലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുന്ന കേസ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇത് 1, ഇത് 2. ആദ്യത്തെ കേസ് ഏതാ? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു കോണളവുണ്ടല്ലോ, ഇത് പതനരശ്മിയാണ്. പതനരശ്മിക്കും അപവർത്തന രശ്മിക്കും ഇടയിൽ ഒരു കോണുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഐ എന്ന് വിളിച്ചു. ഐ. ഓക്കെ, ഇങ്ങനെ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക്, അതായത് ഇവിടെ N2 > N1 ആയിരിക്കും. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കവും കൂടുതലല്ലേ? അപ്പോൾ രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം 1നേക്കാൾ കൂടുതലാണെങ്കിൽ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. ഇതാണ് നമ്മുടെ ലംബം. ഇവിടെ ഐ ഉണ്ട്. ഈ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കും. അതായത് ഇവിടെ ഒരു 6 ഉണ്ട്. ഈ 6 ഐയേക്കാൾ കുറവായിരിക്കും. അതല്ലേ? അതായത് ഇപ്പം പതനരശ്മിയും ലംബവും തമ്മിലൊരു കോണുണ്ട്, അപവർത്തന രശ്മിയും ലംബവും തമ്മിലൊരു കോണുണ്ട്. അപവർത്തന രശ്മി ലംബത്തോട് കൂടുതൽ അടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോണിനേക്കാൾ കുറവായിരിക്കും അപവർത്തന രശ്മി ലംബവും തമ്മിലുള്ള കോൺ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ R < I ആയിരിക്കും. അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപവർത്തന കോൺ പതന കോണിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ തിരിച്ചും പറയാം, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. ഇവിടെ ഒരു ലംബം വരയ്ക്കാം. ഇവിടെ 1 മീഡിയം
ടു മീഡിയം N2 ലെസ് ദാൻ N1 ആണ്. രണ്ടാമത്തെ മീഡിയത്തിൻ്റെ അപവർത്തനാംഗം കുറവാണെങ്കിൽ ഇവിടെ ഒരു ഐ ഉണ്ട്, അതിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടുത്തെ ആറ്, ലംബത്തിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ഇവിടെ ആർ ഗ്രേറ്റർ ദാൻ ഐ ആയിരിക്കും. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. എന്താണ് അപവർത്തന രശ്മി? ലംബത്തിൽ നിന്ന് അകലുന്നു. വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത പ്രതിഭാസത്തിന് ഇത് ആവശ്യമുണ്ട്, കൃത്യമായി പഠിക്ക്. എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് ആദ്യം പറഞ്ഞത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. ഇത് പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇത് പഠിച്ചേ പറ്റൂ. അപ്പോൾ N2 ഗ്രേറ്റർ ദാൻ N1 ആണെങ്കിൽ N2ൻ്റെ അവിടുത്തെ ആംഗിൾ എത്ര? 6. N1ൻ്റെ അവിടുത്തെ ആംഗിൾ എത്ര? I. സൈൻ അങ്ങ് തിരിക്കുക, 6 ലെസ് ദാൻ I ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 1ൽ നിന്ന് 2ലോട്ട് വരുന്നു എന്നാണ് നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ N2 ഗ്രേറ്റർ ദാൻ N1 ആണെങ്കിൽ N2ൻ്റെ അവിടുത്തെ ആംഗിൾ 6, N1ൻ്റെ അവിടുത്തെ ആംഗിൾ I. എന്തെങ്കിലും തിരിക്കുക, സൈൻ അങ്ങ് തിരിക്കുക. അവിടെ ഗ്രേറ്റർ ദാൻ ആയിരുന്നു, ഇവിടെ ലെസ് ദാൻ ആക്കുക. ഇവിടെ 1ൽ നിന്ന് 2ലോട്ട് വന്നു. ഇവിടെ എന്താണ്? N2 ലെസ് ദാൻ N1 ആണ്. രണ്ടാമത്തേതിൻ്റെ അപവർത്തനാംഗം കുറവാണ്. അപ്പോൾ N2ൻ്റെ അവിടുത്തെ ആംഗിൾ 6, N1ൻ്റെ അവിടുത്തെ ആംഗിൾ I. സൈൻ അങ്ങ് തിരിക്കുക, ആർ ഗ്രേറ്റർ ദാൻ I. ഇതാണ് അപവർത്തനത്തിലെ ലോജിക്ക്. ഇനി ആർ ലെസ് ദാൻ I എന്ന് പറഞ്ഞാൽ അപവർത്തന രശ്മി ലംബത്തോടെടുക്കുന്നു. അതായത് പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോണിനേക്കാൾ കുറവാണ് അപവർത്തന രശ്മി ലംബവും തമ്മിലുള്ള കോൺ. അതായത് ലംബത്തോട് അടുത്തു. ആർ ഗ്രേറ്റർ ദാൻ I എന്ന് പറഞ്ഞാൽ ലംബത്തിൽ നിന്ന് അകന്നു. ലംബത്തോടടുത്തു, ലംബത്തിൽ നിന്ന് അകന്നു. ഓക്കെ, അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ചരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. ഓക്കെ, അത്രയും മനസ്സിലായി. ഇനി മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന രശ്മി എന്ത് ചെയ്യുന്നില്ല? ഒന്നും പറ്റില്ല, വന്നതേ പാതയിലൂടെ പോകും. ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ വന്നതേ പാതയിലൂടെ പോകും, അപവർത്തനം സംഭവിക്കില്ല. ഇത്ര ഓർത്തോണം. ഓക്കെ, അപ്പോൾ സ്നെൽ നിയമം എന്താണെന്ന് മനസ്സിലായല്ലോ. പതന കോണിൻ്റെ സൈനും പ്രതിപതന കോണിൻ്റെ സൈനും തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ അനുപാതം ഒരു സ്ഥിരാംഗമായിരിക്കും. പതനരശ്മി, അപവർത്തന രശ്മി, ലംബം എന്നിവ ഒരേ പ്രതലത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു കേസ് നോക്കാം. ആദ്യത്തേത് എയറിൽ നിന്ന് വാട്ടറിലേക്ക്. അപ്പോൾ നമുക്കറിയാം എയർ, വാട്ടർ. എയറിൽ പ്രകാശപ്രവേഗം കൂടുതലാണ്, വാട്ടറിൽ പ്രകാശപ്രവേഗം കുറവാണ്. പ്രകാശപ്രവേഗം കുറവാണെങ്കിൽ അപവർത്തനാംഗം കൂടും. അപ്പോൾ വാട്ടറിൻ്റെ അപവർത്തനാംഗം കൂടുതലാണ്. ഇത് N2, ഇത് N1. ഇവിടുത്തെ റിലേഷൻ എന്താ? N2 ഗ്രേറ്റർ ദാൻ N1. N2ൻ്റെ അവിടുത്തെ ആംഗിൾ ഏത്? 6. N1ൻ്റെ അവിടുത്തെ ആംഗിൾ I. സൈൻ തിരിക്കുക, 6 ലെസ് ദാൻ I. അപ്പോൾ ലംബത്തോടടുക്കും. ഇത് I, ഇത് R. 6 ലെസ് ദാൻ I. കണ്ടോ? 6 ലെസ് ദാൻ I. ലംബത്തോടടുത്തു. കണ്ടോ? ഇനി ഈ കേസ് എടുക്കുക. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക്. എയറിൽ വെലോസിറ്റി കൂടുതലല്ലേ? ഇത് മീഡിയം 2, ഇത് മീഡിയം 1. 1ൽ നിന്ന് 2ലോട്ട് പോവുകയാണ്. ഇത് N2, ഇത് N1. N2 N2 സ്മാളർ ദാൻ N1 ആണ്. കാരണം എയറിൽ വെലോസിറ്റി കൂടുതലാണ്, ശൂന്യത അല്ലെങ്കിൽ വായുവിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം കൂടുതലാണ്. അപ്പോൾ അപവർത്തനാംഗം കുറവായിരിക്കും. N2ൻ്റെ അവിടുത്തെ ആംഗിൾ എത്ര? 6. N1ൻ്റെ അവിടുത്തെ ആംഗിൾ എത്ര? I. സൈൻ തിരിക്കുക, R ഗ്രേറ്റർ ദാൻ I. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, I. മറ്റേത് അതിനേക്കാൾ കൂടുതലായിരിക്കണം, 6 അതിനേക്കാൾ കൂടുതലായിരിക്കണം. ലംബത്തിൽ നിന്ന് അകന്നു. അപ്പോൾ I സ്മാളർ ദാൻ R അല്ലെങ്കിൽ R ഗ്രേറ്റർ ദാൻ I. കണ്ടോ? ഇനി ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്നു. നമുക്കറിയാം വാട്ടറിൽ വെലോസിറ്റി കൂടുതലാണ്, ഗ്ലാസ്സിനേക്കാൾ വെലോസിറ്റി കൂടുതലാണ് വാട്ടറിൽ. അപ്പോൾ ഇത് 2, ഇത് മീഡിയം 1, ഇത് N2, ഇത് N1. ഇവിടെ N2 സ്മാളർ ദാൻ N1 ആണ്. അപ്പോൾ 6I. 6 ലാർജർ ദാൻ I അല്ലേ, R ഗ്രേറ്റർ ദാൻ I. കണ്ടോ? ഇവിടെ R എന്ത് ചെയ്യും? R കൂടുതലായിരിക്കും. ഇത് I ആണ്, Iയേക്കാൾ കൂടുതലായിരിക്കും R. അപ്പോൾ I യും R തമ്മിലുള്ള ബന്ധം വെച്ചാണ് നമ്മൾ ലംബത്തിൽ നിന്ന് അകലുന്നു, ലംബത്തോട് അടുക്കുന്നു എന്നുള്ളത് പറയുന്നത്. എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് പോകുമ്പോൾ എന്തായി? ഗ്ലാസ്സിൽ വെലോസിറ്റി കുറയും. അപ്പോൾ N2 ഗ്രേറ്റർ ദാൻ N1. N2ൻ്റെ അവിടുത്തെ ആംഗിൾ 6, N1ൻ്റെ അവിടുത്തെ ആംഗിൾ I. സൈൻ തിരിക്കുക, R സ്മാളർ ദാൻ I. കണ്ടോ? ലംബത്തോട് അടുത്തു. ഇവിടെ കണ്ടോ? ഇവിടെ നമുക്കത് നല്ല വിസിബിൾ ആവും. ഇവിടെ ഇത്രയുണ്ട്,
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത്രയുണ്ട്, പക്ഷേ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇത്രയേ ഉള്ളൂ, വളരെ ചെറുതായി. അപ്പോൾ ഒരുപാട് അടുത്തു ലംബത്തോട് അല്ലേ. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക്, എന്താണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പതിക്കുമ്പോൾ ലംബത്തിൽ നിന്ന് അകലും. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പതിക്കുമ്പോൾ ലംബത്തിൽ നിന്ന് അകലും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പതിക്കുമ്പോൾ ലംബത്തോടടുക്കും. അത് ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഇതാണ് അപവർത്തനം. ഇനി അപവർത്തനത്തെ നമ്മൾ നിത്യജീവിതത്തിൽ എവിടെയൊക്കെ കാണാറുണ്ട്? പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് പ്രകാശത്തെ അത് എത്രത്തോളം അപവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നതാണ് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഏതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും? അതായത് ഇപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ ടെമ്പറേച്ചർ മാറുന്നു, ആ മാധ്യമത്തിൻ്റെ പ്രഷർ മാറുന്നു, അങ്ങനെയുള്ള കണ്ടീഷൻസ് വേരി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ വായുവൊക്കെ ആണെങ്കിൽ വായുവിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ മാറുന്നതനുസരിച്ച് അതിൻ്റെ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശത്തിൻ്റെ ആ മാധ്യമത്തിലുള്ള പ്രവേഗം മാറുന്നത്. അപ്പോൾ നമുക്കറിയാം നക്ഷത്രങ്ങൾ വളരെ ദൂരെയാണ്. അപ്പോൾ ഒരു ചെറിയ പോയിൻ്റായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ആണേ, നമ്മൾ ഭൂമിയിലുള്ളവർ, ഇത് ഭൂമിക്ക് എന്തുണ്ട്? ഭൂമിക്ക് ചുറ്റാകെ അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിന് പല പാളികളുണ്ട്. നിങ്ങൾ ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് പല പല പാളികൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഓരോ പാളികളിലും ഡിഫറൻറ്റ് ടെമ്പറേച്ചർ, ഡിഫറൻറ്റ് പ്രഷർ അല്ലേ. ഹൈറ്റിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന പാളികളുണ്ട്, ഹൈറ്റിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്ന പാളികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജോഗ്രഫി പഠിക്കുകയാണ്. അങ്ങനെയൊക്കെ വേരിയേഷൻ വരും. ഈ വേരിയേഷൻ അനുസരിച്ച് അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളുടെ പ്രകാശിക സാന്ദ്രതയിലും വ്യത്യാസം വരും. അപ്പോൾ ദൂരെയുള്ളൊരു നക്ഷത്രത്തിൽ നിന്നൊരു പ്രകാശം വരികയാണ്, ശൂന്യതയിലൂടെ വരുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ വരും. പക്ഷേ അന്തരീക്ഷത്തിൽ കയറിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന് എത്ര പാളിയുണ്ട്? ഇതിപ്പോൾ എത്ര പാളിയായി? 1, ഇത് 2ാമത്തെ പാളി, ഇത് 3ാമത്തെ പാളി, ഇത് 4ാമത്തെ പാളി. ഓരോ പാളിക്ക് ഓരോ അപവർത്തനാങ്കമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഓരോ പാളിയിലും പ്രകാശത്തിന് ഒന്നിലധികം തവണ അപവർത്തനം സംഭവിക്കും. അതും ക്രമരഹിതമായിട്ടാണ് സംഭവിക്കുന്നത്, ഒരു ഓർഡറിലൊന്നുമല്ല. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ എന്ത് ചെയ്യും? കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് സഡൻലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടം വരെ ദൂരെയുള്ളൊരു സ്റ്റാറിൽ നിന്ന് ഇവിടം വരെ സ്ട്രെയിറ്റ് ലൈനിൽ വരും. പിന്നെ തോന്നിയതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ അപവർത്തനം വന്നാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ ഒന്ന് പല തരത്തിൽ ചരിഞ്ഞാണ് ഭൂമിയിൽ നിൽക്കുന്ന ഒരാളുടെ കണ്ണിൽ ഈ വെട്ടെത്തുന്നത്. കണ്ട, പല തരത്തിൽ ചരിഞ്ഞാണ് എത്തുന്നത്. അപ്പോൾ ഒരു പ്രകാശരശ്മി ഇങ്ങനെയുള്ള പലതരത്തിൽ ചരിഞ്ഞ് നമ്മളെ കണ്ണിലെത്തി. തൊട്ടടുത്ത സെക്കൻഡിൽ വരുന്ന പ്രകാശരശ്മി ഇത് വന്ന അതേ പാതയിൽ വരണമെന്നില്ല. കാരണം ഈ പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിച്ച അതേ പാതയിലായിരിക്കണമെന്നില്ല തൊട്ട് പുറകെ വരുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിച്ചത്. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതും അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസൊക്കെ സഡൻലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്റ്റാറിൽ നിന്ന് ദൂരെയുള്ളൊരു നക്ഷത്രത്തിൽ നിന്ന് നമ്മുടെ കണ്ണിലോട്ടെത്തുന്ന പ്രകാശരശ്മികൾ ഓരോന്നും ഓരോ തവണ പലതരം അപവർത്തനത്തിന് വിധേയമായി, പല വിധത്തിൽ അപവർത്തനത്തിന് വിധേയമായിട്ടാണ് എത്തുന്നത്. എല്ലാത്തിനും ഒരേ തരത്തിലല്ല അപവർത്തനം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ആദ്യം നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ഒരു രശ്മി നമ്മളെ കണ്ണിലെത്തി, തൊട്ടടുത്ത് വരുന്നത് തൊട്ടിപ്പുറത്ത് കുറച്ചുകൂടെ ചരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ തൊട്ടടുത്ത സെക്കൻഡുകളിൽ ഈ 2 പ്രകാശം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ദൂരെ നിൽക്കുന്ന നക്ഷത്രം ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായി തോന്നും. മനസ്സിലായോ? സോ ടിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ് അഥവാ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് എന്ത് കാരണമാണ്? അപവർത്തനം കാരണമാണ്. അന്തരീക്ഷ പാളികളിൽ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾക്ക് ഭൗമാന്തരീക്ഷ പാളികളിൽ വെച്ച് സംഭവിക്കുന്ന ക്രമരഹിതമായ അപവർത്തനം. എന്താണ്? ദൂരെയുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾക്ക് ഭൗമാന്തരീക്ഷ പാളികളിൽ വെച്ച് സംഭവിക്കുന്ന ക്രമരഹിതമായ അപവർത്തനം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്. അതുപോലെ രാവിലെ ആക്ച്വലി സൂര്യൻ ഉദിച്ച് വരുന്നതിന് കുറച്ച് നേരം മുമ്പേ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. വൈകുന്നേരം ഈ പുള്ളി അസ്തമിച്ച് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാലും നമുക്ക് ഈ ആളെ കാണാൻ പറ്റും. അതായത് സൂര്യൻ കിഴക്കൻ ചക്രവാളം കഴിഞ്ഞ് വരുന്നതിന് മുമ്പും നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കഴിഞ്ഞ് പോയാലും കുറച്ച് സമയം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ഭൂമിയാണ്, നമ്മളിവിടെ നിൽക്കുന്നു. സൂര്യൻ ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ സംഭവിക്കേണ്ട എന്താണ്? സൂര്യനിൽ നിന്ന് ഇങ്ങനെ പോകുന്നൊരു പ്രകാശരശ്മി ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ നമുക്കൊരു ലംബം വരയ്ക്കാം. ലംബം വരയ്ക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭൗമാന്തരീക്ഷ പാളികളുണ്ട് ഇവിടെ.
ഈ അന്തരീക്ഷ പാളികളിൽ കൂടിയാണ് സൂര്യപ്രകാശം കടന്നു വരുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അന്തരീക്ഷ പാളിയിൽ വെച്ച് ഇതിന് എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിച്ച് നേരെ മുകളിലോട്ടുള്ള പ്രകാശരശ്മി ചരിഞ്ഞ് അതിന് പാതാവ്യതിയാനം സംഭവിച്ച് നമ്മളെ കണ്ണിലെത്തും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ നിന്നാണ് സൂര്യപ്രകാശം വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പുറകിലോട്ട് പോയാൽ സൂര്യൻ ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. മനസ്സിലായ? അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുൻപേ നമുക്ക് സൂര്യനെ കാണുന്നതായി തോന്നും. സൂര്യൻ അസ്തമിച്ച് പോയി കഴിഞ്ഞാലും സൂര്യൻ കുറച്ച് നേരം അവിടെ ഉണ്ടെന്നും തോന്നും. എന്താണ് ഇവിടെ താണ്ട് വൈകുന്നേരം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സൂര്യൻ താണ്ട് ഇവിടെ എത്തി, ചക്രവാളം കഴിഞ്ഞ് ഇവിടെ എത്തി. പക്ഷേ ഇതിൽ നിന്ന് വരുന്നൊരു പ്രകാശരശ്മി ഇങ്ങനെ വന്നിട്ട് അപവർത്തനം കാരണം ഇങ്ങനെ ചെരിഞ്ഞ് ഒരാളുടെ കണ്ണിലേക്ക് ഇങ്ങനെ ചെന്ന് വീഴും. ഇപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആളത് ഇവിടെ നിൽപ്പുണ്ടെന്ന് തോന്നും. പക്ഷേ അവിടെ ഇല്ല, ആക്ച്വലി അത് അസ്തമിച്ച് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ പടിഞ്ഞാറൻ ചക്രവാളം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും സൂര്യൻ്റെ പ്രകാശരശ്മികൾ അപവർത്തനം വഴി ചരിഞ്ഞ് കണ്ണിൽ പതിക്കുകയും സൂര്യൻ ചക്രവാളത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അസ്തമിച്ച് ചക്രവാളം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും സൂര്യൻ അവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപവർത്തനം വഴിയാണ്. പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിന് എത്തുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിൽ പ്രകാശരശ്മി അപവർത്തനം വഴി നമ്മുടെ കണ്ണിലെത്തും. സൂര്യൻ ചക്രവാളത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ സംഭവം എന്താ? സൂര്യൻ ഇവിടെയാണ്. ഈ പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിച്ച് ഇതിങ്ങനെ ചരിഞ്ഞ് വരും. ചരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തോന്നും സൂര്യൻ ഇവിടെ നിൽക്കണം തോന്നും. ആക്ച്വലി സൂര്യൻ ഇവിടെ നിൽക്കുന്ന, നമുക്ക് എവിടെ നിന്ന് പ്രകാശരശ്മി വരുന്നു അവിടെ സൂര്യൻ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ അതാണ് അപവർത്തനത്തിൻ്റെ അടുത്ത ഉദാഹരണം. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം എന്തായിരുന്നു? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് അപവർത്തനം മൂലമാണ്. സൂര്യൻ പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് മുൻപേ സൂര്യനെ കാണുന്നതും പടിഞ്ഞാറൻ ചക്രവാളം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാലും സൂര്യൻ അവിടെ ഉണ്ട് എന്ന് തോന്നുന്നതും എന്ത് മൂലമാണ്? അപവർത്തനം മൂലമാണ്. അതുപോലെ നിത്യജീവിതത്തിൽ അപവർത്തനം നമ്മൾ കാണുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന പെൻസിൽ വളഞ്ഞതായി കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് വളഞ്ഞതായി കാണപ്പെടുന്നത്? ഗ്ലാസ്സിലാണ് നമ്മൾ ഈ സാധനം മുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പെൻസിൽ ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നുള്ള പ്രകാശരശ്മി ഗ്ലാസിൻ്റെ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ വളയും. അപ്പോൾ ആ പ്രകാശരശ്മിയാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. ആക്ച്വലി പെൻസിൽ വളഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ പെൻസിലിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി ഈ ഗ്ലാസും കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെത്തുന്നത്. അപ്പോൾ അതിന് അപവർത്തനം സംഭവിച്ചിരിക്കും. അപ്പോൾ നമുക്ക് എന്ത്? പെൻസിൽ അവിടെ വെച്ച് വളഞ്ഞതായി തോന്നും. നമ്മൾ പറഞ്ഞു നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ കാരണം അന്തരീക്ഷ അപവർത്തനമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ കാണുന്നതും അസ്തമിച്ച ശേഷം അല്പസമയം കാണുന്നതും അന്തരീക്ഷ അപവർത്തനം മൂലമാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴം കുറവായി തോന്നുന്നത് അപവർത്തനം മൂലമാണ്. ഓക്കെ, ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇത്രയും വെള്ളമുണ്ട് എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഇത്രയും വെള്ളമുണ്ട്, നമ്മളിവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പ്രകാശരശ്മി ഇങ്ങനെ വരുന്ന പ്രകാശരശ്മി നേരെ പോകുന്നതിന് പകരം ചരിഞ്ഞ് നമ്മളെ കണ്ണിൽ പതിക്കും. അപ്പോൾ ഇതിങ്ങോട്ട് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്നാണ് ഈ പ്രകാശരശ്മി വരുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ കുറച്ചുകൂടെ പൊക്കം തോന്നും നമുക്ക്. കുറച്ചുകൂടെ പൊക്കം തോന്നുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ചുകൂടെ ആഴം കുറവാണെന്ന്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തറയ്ക്ക് കുറച്ചേ പൊക്കമുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും ആഴം കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ ചാടി കൊടുക്കും. പക്ഷേ കുറച്ചുകൂടെ താഴെ നിന്നാണ് പ്രകാശരശ്മി വരുന്നത്. മനസ്സിലായോ? ഇത്രയും ആഴത്തിൽ നിന്നാണ് പ്രകാശരശ്മി വരുന്നത്. പക്ഷേ അപവർത്തനം കാരണം നമുക്ക് എന്ത് തോന്നും? ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അടിത്തട്ട് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആഴം കുറഞ്ഞതായി തോന്നും. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴം കുറവായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപവർത്തനം മൂലമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അപവർത്തനത്തിൽ പഠിക്കാനായുള്ളത്. ഓക്കെ, അപ്പോൾ പ്രകാശ പ്രതിഭാസങ്ങളിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? അപവർത്തനമാണ്. അപവർത്തനത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശപാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനമാണ് അപവർത്തനം എന്ന് വിളിക്കുന്നത്. അപവർത്തനത്തിന് കാരണം വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിനുള്ള വ്യത്യസ്ത പ്രവേഗമാണ്. പ്രകാശത്തിൻ്റെ പ്രവേഗത്തെ സ്വാധീനിക്കുന്നതിനനുസരിച്ച് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ടാവും. പ്രകാശിക സാന്ദ്രതയ്ക്ക് അപവർത്തനവുമായും ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? പ്രകാശിക സാന്ദ്രത കൂടിയാൽ ആ മാധ്യമത്തിലെ പ്രകാശ പ്രവേഗം കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞാൽ ആ മാധ്യമത്തിലെ പ്രകാശ പ്രവേഗം കൂടുതലായിരിക്കും. ഇനി പ്രകാശിക സാന്ദ്രത പോലെ തന്നെയാണ് അപവർത്തനാങ്കവും. അപവർത്തനാങ്കം കൂടിയാൽ പ്രകാശ പ്രവേഗം കുറയും, അപവർത്തനാങ്കം കുറഞ്ഞാൽ പ്രകാശ പ്രവേഗം കൂടും. അപ്പോൾ അപവർത്തനാങ്കം കൂടിയാൽ പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും, അപവർത്തനാങ്കം കുറഞ്ഞാൽ പ്രകാശിക സാന്ദ്രതയും കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധമില്ല. ഇതാണ് അപവർത്തനം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു 1 എന്ന മാധ്യമത്തിൽ നിന്ന് 2 എന്ന മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് അപവർത്തനാങ്കം എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അല്ലേ? ശൂന്യതയിലെ പ്രകാശപ്രവേഗവും ഒരു മാധ്യമത്തിലെ പ്രകാശപ്രവേഗവും തമ്മിലുള്ള അംശബന്ധത്തെയാണ്, അനുപാതത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു? അപവർത്തനാങ്കം എന്ന് വിളിക്കുന്നത് പറഞ്ഞു. ഇതിന് യൂണിറ്റ് ഇല്ല. ഇത് എപ്പോഴും 1നേക്കാൾ വലുതായിരിക്കും. അപവർത്തനാങ്കം 1നേക്കാൾ വലുതായിരിക്കും. അപവർത്തനാങ്കം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രകാശപ്രവേഗം കുറവാണെന്നാണ്. ഓക്കെ, n=c/v. അപ്പോൾ v കുറഞ്ഞാലേ n കൂടൂ. ഓക്കെ, അപ്പോൾ 1 എന്നൊരു മാധ്യമത്തിൽ നിന്ന് 2 എന്നൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ
രണ്ടാമത്തെ മാധ്യമത്തിലേക്കാണത് വന്നതെങ്കിൽ നമുക്കവിടെ N21 പറയാൻ പറ്റും. അത് ഒന്നാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ച് രണ്ടാമത്തേതിൻ്റെ അപവർത്തനാംഗം. ഇനി രണ്ടാമത്തേതിനെ അപേക്ഷിച്ച് ഒന്നാമത്തേതിൻ്റെ അപവർത്തനാംഗം N12 പറയാൻ പറ്റും. അത് N1/N2 ആ റേഷ്യോ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്നെൽ നിയമം പറഞ്ഞു. സ്നെൽ നിയമത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ നമ്മൾ 3 കാര്യം പറഞ്ഞു. വിഭജന തലത്തിലേക്ക് ചരിഞ്ഞ് പതിക്കുന്ന രശ്മിയാണ് പതനരശ്മി. പതനരശ്മി വീണ പതനബിന്ദുവിൽ വിഭജന തലത്തിന് നമുക്ക് ലംബം വരയ്ക്കാൻ പറ്റും. ആ ലംബവും പതനരശ്മിയും തമ്മിലുള്ള കോൺ പതനകോൺ. അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയാണ് അപവർത്തന രശ്മി. അപവർത്തന രശ്മിയും ലംബവും തമ്മിലുള്ള കോൺ അപവർത്തന കോൺ. പതന കോണും അപവർത്തന കോണും തുല്യമാണെന്ന് എഴുതരുത്, അതല്ല അപവർത്തന നിയമം. അപവർത്തന നിയമത്തെ നമ്മൾ സ്നെൽ നിയമം എന്ന് വിളിക്കും. പതനരശ്മി, അപവർത്തന രശ്മി, ലംബം എന്നിവ ഒരേ പ്രതലത്തിലായിരിക്കും. അത് പ്രതിപതന നിയമം പോലെ തന്നെ. രണ്ടാമത്തേതാണ് പതനകോണിൻ്റെ സൈനും അപവർത്തന കോണിൻ്റെ സൈനും തമ്മിലുള്ള അംശബന്ധം ഒരു സ്ഥിരാംഗമായിരിക്കും. അത് N21 ആയിരിക്കും. 1 നിന്ന് 2 വന്നതെങ്കിൽ അത് N21 ആയിരിക്കും, അഥവാ N2/N1 ആയിരിക്കും. ഓക്കെ, അതാണ് സ്നെൽ നിയമം എന്ന് വിളിക്കുന്നത്. സ്നെൽ നിയമം പറഞ്ഞ ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക്. എന്താണ് പ്രകാശിക സാന്ദ്രത? കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ലംബത്തിൽ നിന്ന് അകലും. അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലും. ഇതാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് വരുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് വരുമ്പോൾ എന്താണ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് വരുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കും. അത് നമ്മൾ പറഞ്ഞു. ലംബമായാണ് വീഴുന്നതെങ്കിൽ അപവർത്തനത്തിന് വിധേയമാവുകയില്ല. അത് നമ്മൾ പറഞ്ഞു. അത്രയാണ് നമ്മൾ അപവർത്തനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ തിയറിറ്റിക്കലായ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ അപവർത്തനത്തിൻ്റെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതെന്തൊക്കെയാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനമാണ്. വിദൂര നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഭൗമാന്തരീക്ഷ പാളികളിലൂടെ നിരവധി തവണ ക്രമരഹിതമായ അപവർത്തനത്തിന് വിധേയമായി തുടർച്ചയായി കണ്ണിലെത്തുമ്പോൾ നമുക്കവ മിന്നിത്തിളങ്ങുന്നതായി തോന്നും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിഴക്കൻ ചക്രവാളത്തിലും കാണപ്പെടുന്നതും അസ്തമിച്ച് പോയാലും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നതും ഭൗമാന്തരീക്ഷത്തിൽ നടക്കുന്ന അപവർത്തനം മൂലമാണ്. പെൻസിൽ ഒരു ഗ്ലാസ്സിൽ മുക്കി വെച്ചിരിക്കുമ്പോൾ അത് ഒടിഞ്ഞതായി തോന്നുന്നത് അപവർത്തനം മൂലമാണ്. സ്വിമ്മിംഗ് പൂളുകളുടെ ആഴം കുറവാണ് എന്ന് തോന്നുന്നത് അപവർത്തനം മൂലമാണ്. ഇതൊക്കെ അപവർത്തനത്തിൻ്റെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അപവർത്തനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പൂർണ്ണാന്തര പ്രതിപതനം പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.